ടി ജി മോഹൻദാസ്, നാളെ ഏതെങ്കിലും വിദേശ ശക്തി നമ്മുടെ ഭാരതത്തിൽ ഒരു വൻ ആക്രമണം നടത്തിയാൽ ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം എന്ന് ഇക്കൂട്ടർ പറയില്ല എന്നുറപ്പുണ്ടോ? നാട്ടുകാരെ ബോധിപ്പിക്കുക, അല്ലാതെ ഗുണമൊന്നുമില്ല. നാട്ടുകാരെ ബോധിപ്പിക്കണം. മര്യാദക്ക് ജീവിക്കുന്ന മനുഷ്യരെ അങ്ങോട്ട് കയറി ആക്രമിക്കും. അതിപ്പോൾ ഗാസയിലാണെങ്കിലും ഗോദ്രയിലാണെങ്കിലും. എന്നിട്ട് ആഹ്ലാദവും ആർപ്പുവിളിയും നടത്തും. തിരികെ കിട്ടുമ്പോൾ ഇരവാദവും നിലവിളിയും. അത് ശരിയാ. പതറിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് രീതി ചിന്തിക്കാൻ പറ്റും. നമ്മുടെ ജനാധിപത്യത്തിൻ്റെയും പൗരാവകാശത്തിൻ്റെയും എല്ലാം അതിൻ്റെയൊക്കെ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരു വിഭാഗം കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ മുന്നറിയിപ്പുകൾ അല്ലേ? ഇത്തരം മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ എന്തുണ്ടാകും എന്നതിന് ഒരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയല്ലേ ഇറാൻ എന്ന രാജ്യം. നമ്മൾ ഈ ടി വി ചർച്ചയിലൊക്കെ ആകുമ്പോഴേ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലല്ലോ. ഇതൊക്കെ ആണെങ്കിലും അല്പനേരം ഒന്ന് സംസാരിച്ചാൽ എൻ്റെ അസുഖങ്ങളൊക്കെ മാറും. നമ്മളെ കയ്യിൽ അധികാരമില്ല, നമുക്ക് ഉത്തരവാദിത്വമില്ല, അതുകൊണ്ട് എന്തും പറയുന്നു. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. പക്ഷെ ഒരു രാഷ്ട്രത്തലവനങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കാരണം അദ്ദേഹം പറയുന്ന ഓരോ വാക്കിനും 1000 അർത്ഥം കൊടുക്കും. ആര് കേട്ടാലും വിശ്വസിക്കില്ലാലും ഞാനൊരു കാര്യം പറയാം, ലോകം മൊത്തം അത് പരക്കും. അതുകൊണ്ട് പലപ്പോഴും മൗനം പാലിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങളിൽ രാഷ്ട്രത്തലവന്മാർ ചെയ്യാറുള്ളത്. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെടുക. ആരെങ്കിലും വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാത്തത് എന്താ? പറയില്ല. ഇന്ത്യ ഈ വിഷയത്തിൽ അധിക്ഷേപിച്ചിരിക്കുന്നു അമേരിക്ക. ഇന്ത്യ വെരി ഗുഡ് ആക്ടർ എന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയുന്നത് അതുപോലെ ഇന്ത്യ അനുസരിക്കുന്നുണ്ട്. ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ, എനിക്ക് ചേരില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞ് അനുസരിച്ചു. ഇപ്പോൾ വാങ്ങാൻ അനുമതി നൽകി, അതും അനുസരിച്ചു. ഓർമ്മ കാലം മുതല് പൂജ വഴിപാടൊക്കെ നടത്തില്ല ഞാൻ. എന്നിട്ടും നല്ല ആക്ടർ ആണെന്ന് അമേരിക്ക പറഞ്ഞാൽ അമേരിക്കയുടെ ഇംഗിതത്തിനനുസരിച്ച് ആടുകയും ചാടുകയും ചെയ്യുന്ന പാവയാണ് നമ്മൾ എന്നല്ലേ അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതുപോലൊരു കെട്ട് തന്നിട്ട് ഈ ഹോട്ടലിന്റെ മോളിൽ നിന്ന് എടുത്തിടാൻ പറഞ്ഞ ചിലപ്പോ അതും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഒരു ശരാശരി ഇന്ത്യൻ പൗരൻ ഞാൻ. അനങ്ങുന്നില്ല. ഇതാണ് നരേന്ദ്രമോദിയുടെ നിൽപ്പ്. ഈ നിൽപ്പ് മനസ്സിലാക്കാൻ ഒരു മാനസിക വികാസം വേണമല്ലോ. മണ്ടത്തരം പറയാറ വെട്ടി. അവിടെ ന്യായം എന്താ? ചെന്നായ പറയുന്നത് ന്യായം. കാരണം ചെന്നായിക്ക് ആട്ടിക്കുട്ടിക്ക് ആരോഗ്യമില്ല ചെന്നായി എതിർക്കാൻ. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. ഇതുപോലെയാണ് ലോക ചരിത്രം നിങ്ങൾ എടുത്തു നോക്കുന്നത്. ബലവാൻ പറയുന്നതാണ് ന്യായം. ഈ ദുശകരം പിടിച്ചവനെ ആദ്യം അടിച്ച് പുറത്താക്കേണ്ട. ഇപ്പോ ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിൽ കടന്നു കയറാമോ? പാടില്ല. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി. ഇനിയിപ്പോൾ 30 ദിവസത്തേക്ക് ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അനുമതി നൽകി. അതിപ്പോൾ അതേപോലെ ഇന്ത്യ അനുസരിക്കുന്നു. നമ്മൾ കയറുമ്പോൾ ന്യായമാണ്. അഫ്ഗാനിസ്ഥാനില് സോവിയറ്റ് യൂണിയൻ കയറി വന്നു, നമ്മളൊരക്ഷരം മിണ്ടിയില്ല. എന്താ അത്? പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമല്ലായിരുന്നു. പറയുന്നതെല്ലാം കേൾക്കുന്ന ഒരു നല്ല രാജ്യമാണ് ഇന്ത്യ എന്ന് അമേരിക്ക വിശേഷിപ്പിക്കുകയാണ്. അതിനുപയോഗിച്ച പദമാണ്, വാക്കുകളാണ് ഇന്ത്യ വെരി ഗുഡ് ആക്ടർ എന്നത്. ഇനി പറയണ സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ, ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ. നാട്ടിൽ വഴക്കും വെക്കാണോ എന്ന് നടന്ന കേശവൻകുട്ടി ഈ നിലയിലാവുമെന്ന് ആരെങ്കിലും കരുതിയോ? എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ ലീലകളല്ലേ. ധർമ്മവും ന്യായവും ഒക്കെ ബലവാന്റെ കൂടെയാണ് ലോക ചരിത്രത്തിൽ നിന്നിട്ടുള്ളത്. അല്ലാത്തൊരു ചുമ്മാ വാചകം പിടിച്ചിട്ട് പിച്ചക്കാരായിട്ട് തെണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. ആ ഷോക്കിന്ന് ഇതുവരെ അങ്ങേര് കര കയറിയിട്ടില്ല. ഈ നിലയിൽ ഇതും കൂടി കേട്ട ആ പാവം ചത്തു. നിങ്ങൾക്ക് പട്ടി വിലയായിരിക്കും ലോകത്തിൽ, നിങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ. യുക്രൈൻ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ആൾക്കാരെ ഐസൊലേറ്റ് ചെയ്തു. എന്നിട്ട് മോദി അവിടെ പോയിട്ട് സെലൻസ്കിയോട് പറഞ്ഞു, യുദ്ധമല്ല വേണ്ടത്, ബുദ്ധനാണ് വേണ്ടത്. ഇതാണ് ലോക ചരിത്രം. ജലീപ്, ഒരു മിനിറ്റ് എന്തായാലും ഗൾഫിലെ നമ്മുടെ മലയാളി സമൂഹത്തിനെ ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം ഞാൻ അനുവദിച്ചിരിക്കുകയാണ്. അതിച്ചിരി കൂടുതലല്ലേ?
ഒരു വാക്കെങ്കിലും അവരോടൊപ്പം ഉണ്ട് എന്നെങ്കിലും പറഞ്ഞാൽ മതി. അല്ല, വളരെ നന്ദിയുണ്ട്. വലിയ നീണ്ട പ്രഭാഷണങ്ങൾക്ക് ശേഷം എനിക്ക് 1 മിനിറ്റ് മാത്രമേ ലഭിക്കൂ എന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ടുണ്ട്, അറിയാം. നമ്പ്യാര് 18 അടവ് എടുക്കും, 19ാമത്തെ അടവ് എടുക്കട്ടെ. എന്തും ഫേസ് ചെയ്യാൻ ഞാൻ പ്രിപ്പയർഡ് ആണ്. പക്ഷെ ഒന്നുണ്ട്, ഈ വടക്കേ ഇന്ത്യൻ സംഘികൾക്ക് കുറച്ച് ബോധം വന്നിട്ടുണ്ട്. എനിക്കിത് വേണം. എന്തൊക്കെയാ നീ അവിടെ ഒരു ജനറൽ GD ബക്ഷിയുണ്ട്. അദ്ദേഹം നമ്മുടെ ഗോസ്വാമിയുടെ ചർച്ചയിലെ BJP വക്താവായിട്ടൊക്കെ വരുന്ന ഒരാളാണ്. അദ്ദേഹം ട്രംപിനെയും നെതന്യാഹുവിനെയും വിളിച്ചത് ബേക്കൂഫ് എന്നാണ്. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഇവിടെ അത് കൊട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. അദ്ദേഹം ബേക്കൂഫ് എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം ഡിന്നി സാറിന് മനസ്സിലാവും, മറ്റേ അദ്ദേഹത്തിന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ രണ്ടുപേർക്കും വേണ്ടി വാദിക്കുന്നവർ എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. അപ്പൊ ആ രണ്ടുപേർക്കും വേണ്ടി വാദിക്കുന്ന ആളുകളൊക്കെ ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പിന്നെ അവര് തന്നെ വിശദീകരിച്ചോട്ടെ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ പറയുന്ന കേട്ടാൽ ശക്തിമാന്മാരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടരുത്, നമ്മൾ ഇതിനെ ഓച്ചാനിച്ച് പുച്ഛിച്ച് നിൽക്കണം. ഇതൊരു ജനിതക രോഗമാണ്. കാരണം ഇങ്ങനെ ഒരു 10, 70, 80 കൊല്ലത്തിന് മുമ്പ് ഇന്ത്യക്കാര് ഇങ്ങനെ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യമാവത്തില്ലായിരുന്നു. കാരണം ശക്തിമാന്റെ മുമ്പിലാണ് ഇന്ത്യ പോരാടിയത്. ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ, നിരാകരിക്കാം, സ്വീകരിക്കാം. ആ സമയത്ത് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കിയ ചില ആളുകളുണ്ട്. അവരുടെ പിന്മുറക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ലോകാവസാനം വരെ ഇത്തരത്തിലുള്ള ശക്തിമാന്റെ കീഴിൽ അടിമപ്പെട്ട് ജീവിച്ചുകൊള്ളുന്നവർ നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? പോരാട്ട വീര്യമുള്ള ഇന്ത്യക്കാരുടെ മുമ്പിൽ അങ്ങോട്ട് പോയി നോക്കണം. അവിടെ 1 ലക്ഷത്തിലധികം ആളുകളുടെ പേര് കുത്തിവെച്ചിട്ടുണ്ട്. അതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ടവരുണ്ടെന്നൊക്കെ നമുക്ക് ഒന്ന് പോയി നോക്കിക്കാണാം. പുഷ്കറിന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങള്. പുഷ്കറിന് മറ്റൊരു മുഖമുണ്ട്. ഗൾഫിലുള്ളവരെ സംബന്ധിച്ച് ഈ മൂലക്കുരുവിന്റെ സാമ്രാജ്യത്വ ശക്തികളുടെ നാട്ടിലേക്ക് പോകരുത് കേട്ടോ, അതെങ്കിലും പറയാം. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അങ്ങേര് ഗൾഫിലെ പറ്റി ഒരക്ഷരം പറയൂല മനുഷ്യൻ. പറഞ്ഞാൽ അങ്ങേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഏതായാലും നാഷണൽ ലീഗോ, ഏത് നാഷണൽ ലീഗ്? വിപ്ലവ ചിന്താഗതി ഉണ്ടാവും മനസ്സിൽ. ആന്റി നാഷണൽ ലീഗ് എന്ന് പേര് മാറ്റണം നിങ്ങള്. മോഡി നോക്കിയിട്ട് വിസ നിഷേധിക്കുമെങ്കിൽ ഇന്ത്യയുടെ 10,000 കോടി രൂപയുടെ നിക്ഷേപം ഇറാനിൽ കിടപ്പുണ്ട്. ചബഹാൻ തുറമുഖം ഇന്ത്യയുടെയാ. അവിടുത്തെ ഉദ്യോഗസ്ഥരൊന്നും ഇറാനെതിരായിട്ട് ബോർഡ് നോക്കിയിട്ട് അവർ എമിഗ്രേഷൻ പാസ്സാക്കത്തില്ലല്ലോ. ഇത് കണിയല്ല. ഇറാനും ഗൾഫ് രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും നിങ്ങൾ ആർക്കെതിരെ ഒന്നും പറയണ്ടെന്ന് നിങ്ങൾ മിണ്ടാതിരുന്നാ മതി. തനിക്ക് പേടി തോന്നുന്നുണ്ടോ? പേടി ഉണ്ടായിട്ടൊന്നുമല്ല. നിങ്ങളുടെ സർക്കസ് അല്ല ഇത്, നിങ്ങളുടെ വിഷയമല്ല, ഭാരതത്തിന്റെ വിഷയമല്ല ഇത്. ഭാരതം ഇതിനകത്ത് സൂപ്പർ ന്യൂട്രൽ ആയിരിക്കണം. ഗൾഫ് നാടുകളിലുള്ള മലയാള എന്തായാലും കൈ നനയാതെ എങ്ങനെ മീൻ പിടിക്കാം എന്ന് പരീക്ഷിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. അതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തിൻ്റെ മറവിൽ ഈ ഒരു അജണ്ട വച്ച് ഈ പ്രീണന നയവുമായിട്ട് ശക്തമായി മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എടാ പോടാ, നിർത്തിപ്പോടാ. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ച വെച്ചത്.